ഹായ് മക്കളെ, എന്തിന് എക്സാം വിന്നർ ചൂസ് ചെയ്യണം? ഓക്കെ, നമുക്കിതാ ഒരുപാട് പ്ലാറ്റ്ഫോമും കാര്യങ്ങളും മക്കളെ മുന്നിലുണ്ട്, ഓക്കെ, പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ കൊമേഴ്സിന് വേണ്ടി കൊമേഴ്സ് പഠിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന +1 +2 വിദ്യാർത്ഥികൾ, ഓക്കെ, നിങ്ങൾ എന്തിന് എക്സാം വിന്നർ ചൂസ് ചെയ്യണം? നമുക്ക് ബാച്ചിന്റെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും ഇങ്ങനെ നിരത്തിക്കൊണ്ട്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ റിസൾട്ടും കാര്യങ്ങളൊക്കെ മക്കളെ മുന്നിലേക്ക് നിരത്തി വെച്ചുകൊണ്ട് ഇതുകൊണ്ട് നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യണം, എക്സാമിനറിൽ ജോയിൻ ചെയ്യണം, ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല വന്നിട്ടുള്ളത്. ഓക്കെ, യെസ്, നമ്മുടെ ഫീച്ചേഴ്സ് ഉണ്ട്, നമുക്കറിയാം. ഓരോ നമ്മൾ ഓറിയന്റേഷൻ ക്ലാസ്സിലൂടെ ഒക്കെ നമ്മൾ ഒരുപാട് കാര്യം പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ. നമ്മുടെ ലൈവ് ക്ലാസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ യെസ്, മറ്റ് പ്ലാറ്റ്ഫോമിൽ വെച്ച് നോക്കുന്ന സമയത്ത് യെസ് നമുക്ക് ഒരുപാട് എക്സ്ട്രാ ഫീച്ചേഴ്സ് ഉണ്ട്. റെഡി, ലൈവ് ക്ലാസ് ആയാലും നമ്മൾ ലൈവ് ആയിട്ടാണ് ക്ലാസ് തരുന്നത് മക്കൾക്ക് അല്ലെ. നമ്മൾ ലൈവ് ആയിട്ടാണ് എന്താക്കുന്നത്, ബാച്ചിൽ ഓരോ സബ്ജക്റ്റും പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നുമല്ല, ഓക്കെ, അതൊന്നുമല്ല. പിന്നെന്താണ്, പിന്നെ എന്തിനാണ്? ഓക്കെ, എല്ലാം വിട്ടേക്കൂ, ഒരു കാര്യങ്ങളും പറയുന്നില്ല. ഇപ്പൊ എന്താണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ഫുൾ മാർക്ക്, അല്ലെങ്കിൽ എല്ലാവർക്കും 99% മാർക്ക്, എല്ലാവർക്കും 98%, എല്ലാവർക്കും 97% മാർക്ക്, അതൊന്നും പറയുന്നില്ല, ഒന്നുമില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എക്സാമിനർ ചൂസ് ചെയ്യേണ്ടത്? ഒരു മാറ്റം. എത്ര പേർ മക്കളിൽ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് ഇത്രയും കാലം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ആ ഒരു രീതി, അല്ലെങ്കിൽ മക്കൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു മാർക്ക്? ഓക്കെ, എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് അതിൽ നിന്ന് ഒരു ചേഞ്ച് വരാൻ വേണ്ടിയിട്ട്? ഓക്കെ, ഒരു ചേഞ്ച് വരാൻ വേണ്ടിയിട്ട് പലരും ആഗ്രഹിക്കുന്ന കാര്യമാണ് അല്ലെ. പഠിച്ചിട്ട് മാർക്ക് കിട്ടാത്ത എത്ര പേരുണ്ട് നമുക്ക് ചുറ്റും? എത്ര പേരുണ്ട് വേണ്ട രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ എഫേർട്ട് ഇടുന്ന അത്രത്തോളം എന്താണ് മാർക്ക് കിട്ടുന്നില്ല എന്നുള്ള തോന്നലുള്ള എത്ര ആളുകളുണ്ട് നമുക്ക് ചുറ്റും? ഉണ്ട്, എല്ലാവരും അങ്ങനത്തെ ആളുകളാണ് അല്ലെ. എല്ലാവരും അങ്ങനത്തെ ആളുകളാണ്. റെഡി, ഈ ഫുൾ മാർക്ക് കിട്ടിയിട്ടുള്ള ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും അങ്ങനെയുള്ള ആളുകളാണ് അല്ലെ. ഒരു 99% കിട്ടിയ ആള്, ഓക്കെ, ആ 99% കിട്ടിയിട്ടുള്ള ആ കുട്ടി, അവൻ ഇട്ടിട്ടുള്ള ആ ഒരു എഫേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവനെ സംബന്ധിച്ച് അവൻ ഫുൾ മാർക്ക് കിട്ടാൻ 100% മാർക്ക് കിട്ടാൻ വേണ്ടി അവൻ ഇട്ടിട്ടുള്ള എഫേർട്ടാണ്. പക്ഷെ അവനത് കിട്ടിയിട്ടുണ്ടാവില്ല, അവനോട് ചോദിച്ചാൽ അറിയാം. അങ്ങനെയാണ് ഓരോരുത്തരും അല്ലെ. ആ മാറ്റമാണ് നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്നത്. ആ മാറ്റം എത്ര പേർക്ക് വേണം? ഓക്കെ, നമ്മളെ റിസൾട്ട് വരുന്ന ആ ഒരു ടൈം മക്കളെ വീട്ടിൽ നിന്ന് തന്നെ, ഓക്കെ, അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നാട്ടിലുള്ള ആളുകൾ, അല്ലെങ്കിൽ ബന്ധുക്കാർ, ഓക്കെ, ആര് വേണമെങ്കിലും ഒന്ന് ചോദിക്കുന്ന സമയത്ത് ഒന്ന് മടിക്കാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് അവർ ആ റിസൾട്ട് അറിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കളവ് പറയാതെ, ഓക്കെ, തനിക്ക് കിട്ടിയ മാർക്ക്, അല്ലെങ്കിൽ എന്താണ് എനിക്ക് സ്വയം മാറ്റം വന്നു എന്ന സംതൃപ്തിയിൽ, അല്ലെങ്കിൽ എന്താണ് എനിക്ക് മാർക്ക് ഉണ്ട് എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ, ആ ഒരു അഭിമാനത്തിൽ എത്ര പേർക്ക് തൻ്റെ മാർക്ക് അല്ലെങ്കിൽ ആ കാര്യമാണ് മറ്റൊരാളോട് പറയാൻ പറ്റിയിട്ടുണ്ട്? അത് പറ്റും. ആ മാറ്റം, അതാണ് നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്നത്. ആ കാര്യമാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. റെഡി, അപ്പൊ ഈ കാര്യങ്ങളൊന്നല്ല നമുക്ക് പറയാനുള്ളത്. ആ ഒരു കാര്യമാണ്, ആ ഒരു മാറ്റത്തെ കുറിച്ചാണ് പറയാനുള്ളത്. അത് മാറും, ആ ഒരു ചേഞ്ച്, അതാണ് മക്കൾക്ക് നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്നത്. മറ്റൊന്നും പറയുന്നില്ല, ഓക്കെ, മറ്റൊരു കാര്യങ്ങളും പറയുന്നില്ല. ബാച്ചിന്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഒന്നും പറയുന്നില്ല. ഈ ഒരു കാര്യം, ഓക്കെ, അത് അത്രത്തോളം നമ്മൾ എഫേർട്ട് ഇട്ടുകൊണ്ടാണ് മക്കളെ മുന്നിലേക്ക് വരുന്നത്, ഓരോ ക്ലാസ്സിനും വരുന്നത്, ഓരോ സബ്ജക്റ്റുകളും നമ്മൾ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അത്രത്തോളം ക്വാളിറ്റിയിലാണ് മക്കൾക്ക് എന്ത് ചെയ്യുന്നത് ഓരോ ക്ലാസ്സും. മക്കൾക്ക് നോക്കാം, യൂട്യൂബ് ക്ലാസ് എടുത്ത് നോക്കാം, അതിന്റെ കമന്റ് ബോക്സ് എടുത്തിട്ട് നോക്കാം, ഓക്കെ, എന്നിട്ട് മക്കൾക്ക് തീരുമാനിക്കാം. റെഡി, അപ്പൊ എന്താണ് അത്രത്തോളം ആ ഒരു എന്താണ് യൂട്യൂബ് ക്ലാസ്സിനേക്കാൾ എഫേർട്ടിലാണ് നമ്മൾ എന്ത് ഓരോ ലൈവ് ക്ലാസ്സസ് ബാച്ചിൽ നമ്മൾ കൊടുക്കുന്നത്. റെഡി, നമ്മളെല്ലാം സർക്കാർ ക്ലാസ് എടുക്കുന്നതാണ്, അറിയാം, മക്കൾക്ക് നോക്കാം, ചെക്ക് ചെയ്യാം. റെഡി, യൂട്യൂബ് ക്ലാസ് നോക്കൂ. റെഡി, അതിൻ്റെക്കാൾ ഡബിൾ എഫക്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ബാച്ചിലേക്ക് വരുന്നത്. ആ കാര്യമാണ്, ആ ഒരു എഫേർട്ടിന്റെ റിസൾട്ടാണ് മക്കൾക്ക് വരാൻ പോകുന്ന ആ ഒരു മാറ്റം. വന്നിരിക്കും. പക്ഷെ എത്ര പേർക്ക് അത്തരത്തിലുള്ള ഒരു ചേഞ്ച് വേണം, അല്ലെങ്കിൽ ആ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവരില്ല എന്നാണ് തോന്നുന്നത്. പ്രത്യേകിച്ച് അവിടെ ഇപ്പൊ +1 ജോയിൻ ചെയ്യാൻ പോകുന്ന മക്കൾ, അല്ലെങ്കിൽ +1 സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന മക്കൾ, അറിയില്ല അവർക്ക് എന്താണ് കൊമേഴ്സ് എന്നുള്ളത്. പലർക്കും അറിയില്ല. പലരുടെ ഇപ്പോഴുള്ള വിചാരം എന്താണ്,
യെസ്, സയൻസ് ആണ് വലിയ ടഫ് സബ്ജക്ട്. സയൻസിനാണ് എന്ത് വേണ്ടത്? ട്യൂഷൻ വേണ്ടത്. കൊമേഴ്സ് ഒക്കെ എന്താണ്? ചെറുതാണ്, ഒരു കാര്യമില്ല. അതൊക്കെ നമുക്ക് എന്താണ് എക്സാമിനോട് അടുപ്പിച്ച് ഒരു 2 ആഴ്ച 3 ആഴ്ച ഇരുന്ന് പഠിച്ചാൽ എക്സാം എഴുതി അങ്ങോട്ട് പാസ്സാവാം. അല്ലെങ്കിൽ എന്താണ്, കൊമേഴ്സ് അത്രയേ ഉള്ളൂ. ആ ഒരു തോട്ടിലാണ് പലരും. ആ ഒരു കാര്യമാണ് പലർക്കും അറിയാത്ത കാര്യമാണ്. യെസ്, പലരും അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? +1 ഒക്കെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പോഴും. റെഡി? അപ്പൊ ആ കാര്യമാണ്, ആ ഒരു മാറ്റമാണ്. ഓക്കെ, +1 എന്ന് പറയുന്ന സമയത്ത്, +1 കൊമേഴ്സ് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, അവിടെ മാറ്റം അവരുടെ മനസ്സിലുണ്ടെങ്കിൽ കൂടി അതിനു വേണ്ടി എന്ത് ചെയ്യുന്നില്ല? അവരൊന്നും ചെയ്യുന്നില്ല. ഇപ്പോഴും അവരെന്താണ്, ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആ ഒരു പ്രെജുഡിയസ് മൈൻഡിലാണ് അവരൊക്കെ മുന്നോട്ട് പോകുന്നത്. കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ യെസ്, ഞാൻ പഠിച്ചാൽ എനിക്ക് മാർക്ക് അങ്ങ് വരും, എനിക്ക് ഇപ്രാവശ്യം നന്നായിട്ട് ഞാൻ പഠിക്കും, നന്നായിട്ട് ഞാൻ മുന്നോട്ട് പോകും, നല്ല മാർക്ക് ഞാൻ വാങ്ങും, ആ ഒരു മൈൻഡാണ്. പക്ഷെ എത്രത്തോളം ആ ഒരു സബ്ജക്റ്റ് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ വേണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു മാറ്റം, ഓക്കെ, അത് എനിക്ക് കിട്ടുമോ, അത് കിട്ടാൻ വരെ ഞാൻ എന്ത് ചെയ്യണം, അതൊന്നും ആർക്കും അറിഞ്ഞൂടാ, ആരും ശ്രദ്ധിക്കുന്നില്ല. യെസ്, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ്, ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു മാറ്റം, ഓക്കെ, ആ ഒരു മാറ്റം മക്കളിലേക്ക് ഗ്യാരണ്ടി ചെയ്യാണ്. ആ കാര്യമാണ് പറയാനുള്ളത്, മറ്റൊന്നുമല്ല. ഓക്കെ, ഇപ്പോഴും സംസാരിക്കാനുള്ളത് മക്കളോടാണ്. +1 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള മക്കളോടാണ് കൂടുതലായിട്ടും. ഓക്കെ, +2കാർ നമുക്കറിയാം, +2കാർ എന്താണ് കഴിഞ്ഞ വർഷം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയ കാര്യമാണ്. റെഡി? +2കാർക്ക് അവർക്കറിയാം എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അവർക്കറിയാം. അവർ അതേപോലെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. ആ മാറ്റം +2ലെ മക്കൾക്ക് ഈ വർഷം ഉണ്ടാവും, ഉറപ്പാണ്. പക്ഷെ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട +1ലെ മക്കളെ കുറിച്ചാണ്. അവർക്ക് അറിയില്ല ഒന്നും. +2ലെ മക്കള് +2ലെ മക്കളോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ഓക്കെ, എത്രത്തോളം നമ്മൾ എന്താണ് എഫേർട്ട് ഇടേണ്ടതുണ്ട്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു ചേഞ്ച്, അല്ലെങ്കിൽ ആ ഒരു മാറ്റം നമുക്ക് വേണ്ടത്. ഓക്കെ, ആ ഒരു മാറ്റം, അതാണ് നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്ന കാര്യം. ഓക്കെ, യെസ്, പഠിച്ചു തുടങ്ങുക. ആ ഒരു കാര്യത്തിന് വേണ്ടി എന്നും എന്ത് സഹായത്തിനും അല്ലെങ്കിൽ എല്ലാ കാര്യത്തിനും എന്തുണ്ടാവും? നമ്മുടെ ബാച്ച് കൂടെ ഉണ്ടാവും, നമ്മുടെ സാർമാർ കൂടെ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് ഈ വർഷം റിസൾട്ട് നിങ്ങളെ കയ്യിൽ വരുന്ന സമയത്ത് ഈ ഒരു ചേഞ്ച് അത് മക്കൾക്ക് ഫീൽ ചെയ്തിരിക്കും. യെസ്, മാറ്റമുണ്ട്, ആ ഒരു ചേഞ്ച് അത് ഉണ്ടായിരിക്കും, ഗ്യാരണ്ടിയാണ്. ബൈ.